ഹോബി പ്രോജക്ട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉപ്പ് തണ്ണിയിൽ ഓടുന്ന ഇഞ്ചിൻ മണി റൗണ്ട് അടിച്ച് കാമിമാ கிளப்பு சார் இங்க வெறும் உப்பு தண்ணி யூஸ் பண்ணி ஒரு ஆட்டோ ஓடுது சார். സിമ്പിളാன പ്രോസസ്സാ സർ. നമ്മൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, ഉപ്പുവെള്ളം കൊണ്ട് വർക്കാവുന്ന ഒരു ഓട്ടോറിക്ഷ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിലൊരു സിമ്പിൾ പ്രോസസ്സ് വഴിയാണ് അങ്ങനെ ഒരു ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുവഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഉപ്പ്, കടൽവെള്ളം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഉപ്പ്. രണ്ടാമത് 2 ഇലക്ട്രോഡ്സ്, 2 സ്പൂണാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പവർ സോഴ്സ്, DC പവർ സോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇപ്പോൾ ഒരു ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കേബിള്, പിന്നീട് ഒരു ബീക്കർ. ഇത്രയും സാധനമാണ് നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ആവശ്യം. അപ്പം എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ തിയറി ഒന്ന് നോക്കിയിട്ട് വരാം. ഉപ്പുവെള്ളം അഥവാ കടൽ വെള്ളം. അപ്പോൾ അതിന്റെ കെമിക്കൽ കമ്പോണൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നത് രണ്ട് സംഭവമാണ്. ഒന്ന് വെള്ളവും 2 ഉപ്പാണ്. വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ H2O ആണ്. ഹൈഡ്രജനും ഓക്സിജനുമാണ് Hഉം Oയും റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഉപ്പിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണ്. Na സോഡിയം Cl ക്ലോറൈഡ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. നമുക്ക് കിട്ടാൻ പോസിബിൾ ആയിട്ടുള്ളത് ഹൈഡ്രജൻ കിട്ടാൻ പോസിബിൾ ആണ്, ഓക്സിജൻ കിട്ടാൻ പോസിബിൾ ആണ്, ഹൈഡ്രോക്സൈഡ് കിട്ടാൻ പോസിബിൾ ആണ്, സോഡിയം അല്ലെങ്കിൽ ക്ലോറിൻ. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഏതാണ് നമുക്ക് ഈ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? നമുക്ക് ഹൈഡ്രജൻ ആണ് ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അത് കത്തുന്ന വാതകമാണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതുപോലെ ഹൈഡ്രോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഇതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്ധനം അല്ലെങ്കിൽ ഒരു ഫ്യൂവലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ആണിത്. വലിയ സംഭവമായിട്ടുള്ളതൊന്നുമല്ല, ജസ്റ്റ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബീക്കർ ആണ് ഇത് വെച്ചിട്ടുള്ളത്, ഒരു കണ്ടെയ്നർ ആണ്. ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് ഉപ്പുവെള്ളമാണ്. ഓക്കെ, അതിൽ 2 മെറ്റൽ പ്ലേറ്റ്സ് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ഇലക്ട്രോഡ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പവർ സോഴ്സ്, ഒരു DC പവർ സോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. AC സോഴ്സ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരു DC പവർ സോഴ്സുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും പോസിറ്റീവ് ഭാഗം കണക്ട് ചെയ്ത ഭാഗം ആനോഡെന്നും നെഗറ്റീവ് കണക്ട് ചെയ്ത ഭാഗം കാഥോഡെന്നും പറയും. നെക്സ്റ്റ് ഇതിനകത്ത് നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് അയോൺസ് ആയിട്ട് ഇത് സ്പ്ലിറ്റ് ആവും. സോഡിയം പ്ലസ് അയോൺസ്, ക്ലോറിൻ മൈനസ്, H പ്ലസ് അയോണ്, ഹൈഡ്രോക്സൈഡ് നെഗറ്റീവ് അയോൺസ്. അപ്പൊ ഇതായിട്ടാണ് ഇത് സ്പ്ലിറ്റ് ആവുന്നത്. ഇതിൽ നെഗറ്റീവ് അയോൺസ് ഒക്കെ പോസിറ്റീവിലോട്ട് അട്രാക്ട് ചെയ്യുകയും പോസിറ്റീവ് അയോൺസ് നെഗറ്റീവിലോട്ട് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതായത് H പ്ലസ് അയോൺസ് നമ്മുടെ കാഥോഡിലോട്ട് അട്രാക്ട് ആവും. അതുപോലെ ക്ലോറിൻ അയോണ് നമ്മുടെ ആനോഡിലോട്ട് അട്രാക്ട് ആവും. ബാക്കിയുള്ള സോഡിയം ഹൈഡ്രോക്സൈഡും ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് താഴെ ഫോം ചെയ്യും. അപ്പൊ ഇതിൽ 2 ഹൈഡ്രജൻ അയോൺ വരുമ്പോഴത്തേക്കിനും അതൊരു H2 ഗ്യാസ് ആയിട്ട് മുകളിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ 2 ക്ലോറിൻ അയോൺസ് വരുമ്പോഴത്തേക്കിനും Cl2 ആയിട്ട് അത് മുകളിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഈ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് കത്താൻ വേണ്ടിയിട്ട് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. ആ തിയറിയിൽ കണ്ടതുപോലെ ഞാൻ ഇപ്പൊ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 സ്പൂൺ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ കാഥോഡും ആനോഡും ആയിട്ടാണ്. പോസിറ്റീവ് ഭാഗം കണക്ട് ചെയ്ത ഈ സ്പൂണാണ് ആനോഡ്. ഈ സ്പൂണ് കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യണത്. 12 വോൾട്ട് ബാറ്ററിയിൽ ഞാൻ പവർ കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഉപ്പുവെള്ളം കുറച്ച് ഭാഗത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം, ഇത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്ത് വെച്ച ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ബബിൾസ് വരുന്നുണ്ട്. അതാണ് ഹൈഡ്രജൻ. ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, എന്നാലും വളരെ തുച്ഛമായിട്ടുള്ള അളവിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതാണ് ക്ലോറിൻ. ഇങ്ങനെ ഒരു സംഭവം ടെക്നിക്കലി ഫീസിബിൾ ആണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബാറ്ററി പവർ സോഴ്സ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത്. ഇതിന് ഹൈ ആംബിയർ ആണ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പൊ ഇതിനേക്കാളും നമുക്ക് ഈ ബാറ്ററി വെച്ച് ഒരു മോട്ടോർ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും കോസ്റ്റ് എഫിഷ്യന്റ് ആയിരിക്കും. അപ്പം ഇതുകൊണ്ട് ഈ ടെക്നോളജി കൊണ്ട് വലിയ യൂസ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ കണ്ടീഷനിൽ. ഇനി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇത്തിരി കൂടെ സ്പെസിഫിക് ആയിട്ട് സ്റ്റഡീസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ യൂസ് ഉണ്ടാവും. രണ്ടാമത് ഇതിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വെള്ളത്തിനെ വിഘടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ലാർജ് സ്കെയിലൊക്കെ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം വിഘടിച്ച് പോയി അങ്ങനെ ആ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടായതിനു ശേഷം ജലത്തിന് ക്ഷാമം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. അപ്പൊ അതൊരു രണ്ടാമത്തെ ഡീമെറിറ്റ് ആണ്. മൂന്നാമത് നമുക്കിപ്പോ ഒരു ഫാക്ടറി കണ്ടീഷനിൽ ഇങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേറെ പ്രശ്നം ഉണ്ടാവില്ല.
പക്ഷെ നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ബൈക്ക് ആ ലെവലിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാകുന്ന ഗ്യാസ് ക്ലോറിൻ ഗ്യാസ് എന്ന് പറയുന്നത് അത് ശ്വസിച്ചാലും അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് ഇച്ചിരി മലിനീകരണമുള്ള സംഭവമാണ്. അപ്പൊ അത് നമുക്ക് പക്ഷെ കത്തിക്കാനും പറ്റൂല, ആ ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇതിപ്പം അങ്ങനെ ഒരു വണ്ടിയിൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്കിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.